ഹായ് ഓൾ, ഈസി ഹാൻഡ് വർക്ക് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രൈ ഇന്നർ ഷെയ്ഡാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഫുൾ കളർ ചെയ്തൊന്ന് ഡ്രൈ ആയതിനു ശേഷമാണ് നമുക്ക് ഷെയ്ഡിങ്ങും കാര്യങ്ങളും ചെയ്യേണ്ടത്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ വെറ്റ് ഔട്ടർ ഷെയ്ഡും വെറ്റ് ഇന്നർ ഷെയ്ഡും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കളർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളത് ഷെയ്ഡ് ചെയ്ത് പോകുമായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ഒരു കളർ ചെയ്താൽ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഔട്ടർ ഷെയ്ഡും ഇന്നർ ഷെയ്ഡും ചെയ്ത് പോകുമായിരുന്നു. ഇതിന് ചെയ്യേണ്ടത് ഫുൾ കളർ ചെയ്ത് ആ കളറെല്ലാം നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം ഡ്രൈ ഇന്നർ ഷെയ്ഡും ഡ്രൈ ഔട്ടർ ഷെയ്ഡും ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഡ്രൈ ഇന്നർ ഷെയ്ഡാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക, ഇഷ്ടമുള്ള പിക്ചറും എടുക്കുക, അതൊന്ന് വരച്ച് അതിലേക്ക് ഫുൾ കളറൊക്കെ ചെയ്ത് നന്നായിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം അതിലേക്കുള്ള ഷെയ്ഡിങ്ങും കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഞാനൊന്ന് കളർ ചെയ്ത് ഒന്ന് ഡ്രൈ ചെയ്തിട്ട് നിങ്ങളൊന്ന് പെയിൻറ്റ് ചെയ്യുന്നത്, അതായത് ഇന്നർ ഷെയ്ഡ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രഷ് വന്നിട്ട് ഒരു പോയിൻ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്, നമുക്ക് ഔട്ട്ലൈൻ ചെയ്യാനായിട്ടാണ്. പിന്നെ നമുക്ക് ഷെയ്ഡിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ നമ്പർ 3യുടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്, ഫില്ല് ചെയ്യാനായിട്ട് നമ്പർ 4ൻ്റെ ബ്രഷുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പെയിൻറ്റും എടുത്തിട്ടുണ്ട്. നമുക്കിത് കളർ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഫില്ലിങ്ങും ചെയ്തിട്ടുണ്ട്, ഔട്ടർ ലൈനും കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് കാണിക്കാമെന്ന് പറഞ്ഞത് നമ്മളിപ്പം വെറ്റ് ഔട്ടർ ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ ഒരു നനവോട് കൂടി തന്നെ ഷെയ്ഡ് ചെയ്യുമായിരുന്നു ചെയ്തത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ അതേസമയം ഡ്രൈ ഔട്ടർ ഷെയ്ഡും ഡ്രൈ ഇന്നർ ഷെയ്ഡൊക്കെ വരുമ്പോൾ ആദ്യമത്തെ ആ കോട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ അതിനകത്ത് ഷെയ്ഡിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. ഇതിനെ വരുമ്പോഴത്തേക്കിനും ഇതിനകത്ത് നമ്മൾ ഷെയ്ഡിങ് ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കളർ ചെയ്തതെല്ലാം നന്നായിട്ട് ഡ്രൈ ആവണം, അതിന് ശേഷം മാത്രമേ ഷെയ്ഡിങ് ചെയ്യാവുള്ളൂ. അപ്പം എന്നാലേ ഷെയ്ഡിങ് എടുത്ത് കാണിക്കത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഏത് കളറാണോ ആ കളറിനെ എടുത്ത് കാണിക്കും ഷെയ്ഡിങ് ആയിട്ട് ചെയ്യുമ്പോൾ. അതേസമയം നമ്മൾ വെറ്റായിട്ട് ചെയ്യുമ്പോൾ ആദ്യമേ ചെയ്യുന്ന കളറിനോട് ചേർന്നായിരിക്കും ആ ചെയ്യുന്ന ഷെയ്ഡ് നമുക്ക് കിട്ടുന്നത്. മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും ഈ ഒരു കളറുമായിട്ട് മിക്സായി പോകത്തില്ല. ആ ഷെയ്ഡ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഷെയ്ഡിനെ എടുത്ത് കാണിക്കുക, അതാണ് ഇതിന് വരുന്ന വ്യത്യാസം. ഞാൻ ഇതിൻ്റെ കളർ ഫില്ല് ചെയ്തിട്ടുണ്ട്, ഔട്ടർ ലൈനും ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഷെയ്ഡിങ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 കളേഴ്സ് എടുക്കുകയാണ്, ഒരു വൈറ്റും അതുപോലെ തന്നെ ഒരു യെല്ലോയുമാണ് എടുക്കുന്നത്. വൈറ്റ് കളർ ഈ ഒരു ബ്ലൂവിൻ്റെ ഈ പോർഷനിൽ കൊടുക്കാനാണ്, ഗ്രീൻ എൻ്റെ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ബ്രഷ് ഞാൻ എടുത്തേക്കുന്നത് നമ്പർ 3 ആണ് ബ്രഷ് എടുത്തേക്കുന്നത്. നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരുന്ന ബ്രഷ് വന്നിട്ട് 4ൻ്റെ ബ്രഷായിരുന്നു, ഔട്ടർ ലൈൻ ചെയ്യാൻ പോയിൻ്റ് ബ്രഷും. നമ്മൾ ഷെയ്ഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് നമ്പർ 3യുടെ ഒരു ബ്രഷാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നമുക്കിത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിൻ്റെ അവിടോട്ട് കൊടുക്കാവേ. ബ്രഷ് വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുക, എന്നിട്ട് മാത്രമേ നമ്മൾ ഷെയ്ഡിങ് ഇതിനും ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ വെറ്റ് ഇന്നർ ഷെയ്ഡും വെറ്റ് ഔട്ടർ ഷെയ്ഡൊക്കെ ചെയ്യുന്ന പോലെ ഷെയ്ഡ് പോയിട്ട് മിക്സ് ആയി പോകും. ഇതെന്ന് പറയുന്ന ഷെയ്ഡിനെ എടുത്ത് കാണിക്കുക. അതുകൊണ്ട് തന്നെ ബ്രഷ് നല്ലതായിട്ട് ഡ്രൈ ആക്കി വെക്കുക. ആ ഒരു ഫസ്റ്റ് കോട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ഡ്രൈ ആക്കി വെക്കുക, നമുക്ക് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രീൻ കളർ നന്നായിട്ട് അതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ. ഇനി നമുക്ക് ഇവിടോട്ട് യെല്ലോ കളർ ഒന്ന് കൊടുക്കാം, കുറച്ചെടുക്കുക, ഇതൊന്ന് ഷെയ്ഡ് ചെയ്യുക. അതെങ്ങനെ വേണം എന്നുള്ള രീതിയിൽ അനുസരിച്ച് ഷെയ്ഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇന്നർ ഷെയ്ഡാണല്ലോ, അപ്പോൾ താഴെ നിന്നും മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുക. മുകളിൽ നിന്ന് ചെയ്യുന്നത് ഔട്ടർ ഷെയ്ഡ്, താഴേന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചെയ്യുന്നത് ഇന്നർ ഷെയ്ഡ്. എന്തുമാത്രം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് അവിടെ പെയിൻറ്റ് വേണം അതിനനുസരിച്ച് ഷെയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഇത് കണ്ടോ, എടുത്ത് കാണിക്കുന്നില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അതുപോലെ ഇങ്ങനെ ഒന്ന് താഴെ നിന്ന് മിക്സ് ചെയ്ത് മുകളിലേക്കൊന്ന് ഷെയ്ഡ് ചെയ്യും. ഇപ്പോൾ താഴത്തെ കളർ ഓൾറെഡി ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് താഴത്തെ കളറുമായിട്ട് ഒന്ന് മിക്സായി കളർ ചേഞ്ച് ഒന്നും വരത്തില്ല. അടിക്കുന്ന കളർ അതിനെ എടുത്ത് കാണിക്കും കേട്ടോ. ഇതുപോലെ ഒരു കോട്ട് കൊടുത്തു. അതുപോലെ തന്നെ ബാക്കിയുള്ള നമുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഡ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പെയിൻറ്റ് നമ്മൾ വീണ്ടും ഡിപ്പ് ചെയ്യേണ്ടി വരും. ബ്രഷും ഓൾറെഡി ഡ്രൈ ആണല്ലോ, അപ്പം ആ പെയിൻറ്റ് കുറച്ച് കൂടുതൽ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഷെയ്ഡ് ചെയ്തെടുക്കാം.
ഷെയ്ഡിങ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഒന്നിൽ ഔട്ടർ ലൈൻ വരച്ചിട്ട് കളർ ഫില്ല് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്തേക്കുന്ന കളർ ഫില്ല് ചെയ്തിട്ട് ഔട്ടർ ലൈൻ കൊടുത്തേക്കുവാണ്. അതിന് ശേഷം ആ കളർ ചെയ്തെല്ലാം നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇതുപോലെ ഇന്നർ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഡ്രൈ ഇന്നർ ഷെയ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്ത് നോക്കണേ.